Hello everyone, I'm Anushra from Neethus Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS സ്പീക്കിംഗ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. IELTS സ്പീക്കിംഗ് ടെസ്റ്റ് ഇസ് ബേസിക്കലി 3 parts. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് യുവർ സെൽഫ്. പിന്നെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്യൂ കാർഡ് ടോപ്പിക് വെയർ യു ആർ എക്സ്പെക്റ്റഡ് ടു ടോക്ക് അബൌട്ട് 2 minutes. ദെൻ പാർട്ട് 3 എന്ന് പറയുന്നത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ പാർട്ട് 3നെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എന്താണ് പാർട്ട് 3 എന്ന് പറയുന്നത്? നമുക്ക് ക്യൂ കാർഡ് ടോപ്പിക് എന്താണോ കിട്ടിയത് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 3ൽ വരുന്നത്. പാർട്ട് 3 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പയറിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, പേഴ്സണൽ ഒപ്പീനിയൻ, ജനറൽ ഒപ്പീനിയൻ, അല്ലെങ്കിൽ പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻസും വരാം. ഇതെല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ഒപ്പീനിയൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ആൻസേഴ്സ് കൊടുക്കാനായിട്ട്. അതായത് ഫസ്റ്റ് സെൻറ്റൻസ് വിൽ ബി ഒപ്പീനിയൻ. ക്വസ്റ്റ്യൻ റിലേറ്റഡ് നമുക്ക് എന്താണോ ഒപ്പീനിയൻ പറയാനുള്ളത് അത് സ്റ്റേറ്റ് ചെയ്യാം. സെക്കൻഡ് സെൻറ്റൻസിലാണെങ്കിൽ ആ ഒപ്പീനിയൻ റിലേറ്റഡ് നമുക്ക് കുറച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ലൈക്ക് വൈ, എന്തുകൊണ്ടിട്ട് നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് യെസ് ദെൻ അത് റിലേറ്റഡ് ഒരു റീസൺ കൊടുക്കാം. അത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് നോട്ട് ടു ലോങ്, കുറച്ച് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ലാസ്റ്റ് അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ട് കൊടുക്കാം. സോ ഈ ഒരു രീതിക്കാണ് നമ്മൾ ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യേണ്ടത്. ആൻഡ് ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഏതൊരു ഒപ്പീനിയൻ പറയുമ്പോഴും അത് റിലേറ്റഡ് ആയിരിക്കണം നമ്മളുടെ എക്സാമ്പിൾ വരേണ്ടത്. ഇപ്പോൾ എക്സ്പ്ലനേഷൻ നമ്മൾ റിഗാർഡിങ് കൊടുക്കും, ബട്ട് അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ നമ്മൾ ഒപ്പീനിയനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൊഹറൻസ് എന്നുള്ള പാർട്ട് അവിടെ നഷ്ടമാവും. So make sure that you give your answers relating to what your opinion is and relating to the question as well. കാരണം ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഏരിയ മാത്രം നമ്മൾ കവർ ചെയ്തിട്ട് ആൻസർ കൊടുക്കാൻ ശ്രമിക്കാം. അത് റിലേറ്റഡ് വേണമെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരിക്കലും ക്വസ്റ്റ്യനിൽ നിന്ന് മാറി ഓഫ് ടോപ്പിക് ആയി പോകാതിരിക്കാനും ശ്രദ്ധിക്കാം. സെക്കൻഡ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ, കമ്പയറിംഗ് ക്വസ്റ്റ്യൻ, അതുപോലെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കും. അതിൽ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ അല്ലെങ്കിൽ ജനറൽ ഒപ്പീനിയൻ ആണോ ചോദിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന ആൻസറിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ വാട്ട് ഡു യു തിങ്ക് എന്നുള്ള രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ജനറൽ ഒപ്പീനിയൻ ആണെങ്കിലോ വാട്ട് ഡു പീപ്പിൾ യൂഷ്വലി ഡു ഓർ വാട്ട് ഡു പീപ്പിൾ തിങ്ക് അബൌട്ട് എന്നുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊരു ആൻസർ ഫ്രെയിം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം റിഗാർഡിങ് ഇപ്പോൾ പറഞ്ഞ ഓരോ ടൈപ്പ് ഓഫ് സ്പീക്കിംഗ് ക്വസ്റ്റ്യൻസിൻ്റെ. സോ ഫസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ടോപ്പിക്, അതായത് ക്യൂ കാർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എ പ്രോഗ്രാം യു ലൈക്ക് ടു വാച്ച് എന്നാണ് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇഫ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു പേഴ്സണൽ ഒപ്പീനിയൻ ദെൻ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ഡു യു ലൈക്ക് ടു വാച്ച് ഓൾ കൈൻഡ്സ് ഓഫ് TV പ്രോഗ്രാംസ്. അപ്പോൾ അതിൽ നമ്മളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ള രീതിക്ക് അതിനൊരു ആൻസർ ഫ്രെയിം ചെയ്യുക. ഒരു എക്സാമ്പിൾ ആൻസർ എന്ന രീതിക്ക് പറയുവാണെങ്കിൽ ഐ പേഴ്സണലി ലൈക്ക് വാച്ചിങ് കോമഡി ഷോസ്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാം അത് ഫസ്റ്റ് തന്നെ ആൻസർ ചെയ്യാം. എന്നിട്ട് വേണം എന്തുകൊണ്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോഗ്രാം ഇഷ്ടമാണെന്നുള്ളതിൻ്റെ ഒരു റീസൺ അവിടെ കൊടുക്കുക. ഐ പേഴ്സണലി ലൈക്ക് കോമഡി പ്രോഗ്രാംസ് ബിക്കോസ് ഇറ്റ് മേക്സ് മീ ഫീൽ വെരി റിലാക്സ്ഡ് എസ്പെഷ്യലി വെൻ ഐ എം ബാക്ക് ഫ്രം എ വെരി സ്ട്രെസ്ഫുൾ വർക്ക് ഡേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ അവിടെ കൊടുക്കുക. എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോമഡി പ്രോഗ്രാം വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം. ഇനി സെക്കൻഡ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതേ സെയിം ടോപ്പിക് റിലേറ്റഡ് വരുന്നത് ഒരു കമ്പയറിംഗ് ക്വസ്റ്റ്യൻ ആവാം. ലൈക്ക് വാട്ട് ഡു യു തിങ്ക് ഇസ് ദി മേജർ ഡിഫറൻസ് ഓഫ് ദി ടൈപ്പ് ഓഫ് TV പ്രോഗ്രാംസ് ദാറ്റ് പീപ്പിൾ വാച്ച് നൗ കമ്പയർ ടു ദി പാസ്റ്റ്. അതായത് ഇപ്പോൾ ആളുകൾ കാണുന്ന TV പ്രോഗ്രാംസും പണ്ട് കാലത്ത് കണ്ടുകൊണ്ടിരുന്ന TV പ്രോഗ്രാംസും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്നുള്ളതിന് നിങ്ങളൊരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് TV പ്രോഗ്രാംസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, അങ്ങനെ എന്താണോ നമ്മളുടെ ഒരു ഒപ്പീനിയൻ റിലേറ്റിംഗ് ടു ദാറ്റ് ആ ഒരു ആൻസർ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചർ ആസ്പെക്റ്റിൽ ചിന്തിച്ചിട്ട് ഒരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. ലൈക്ക് പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻസ്.
ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ഫ്യൂച്ചർ ആസ്പെക്റ്റിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രഡിക്ഷൻ റിലേറ്റഡ് ഈ ഒരു സെയിം ടോപ്പിക്കിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഡു യു തിങ്ക് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ടി വി പ്രോഗ്രാംസ്? ടി വി പ്രോഗ്രാംസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കൊരു ആൻസർ കൊടുക്കാം. ഐ തിങ്ക് ടി വി പ്രോഗ്രാംസ് വിൽ ബി മച്ച് ലെസ് ഇൻ ദി ഫ്യൂച്ചർ ആസ് പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ടു വാച്ച് ഓൺലൈൻ വീഡിയോസ് ഓർ എനി യൂട്യൂബ് റിലേറ്റഡ് കോണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ഒപ്പീനിയൻ പറയാം. ഇതെല്ലാം റിലേറ്റിംഗ് ടു യുവർ ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനിൽ എങ്ങനെയാണോ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള റിലേറ്റഡ് ഒരു ആൻസർ അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്പീക്കിംഗ് ടെസ്റ്റിൽ പാർട്ട് 3 വരുന്നത്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒപ്പീനിയൻ ആണ് ബേസിക്കലി കൊടുക്കുന്നത്. ബട്ട് റിലേറ്റിംഗ് ടു ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലും നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യുന്ന ഒരു രീതി വ്യത്യാസമായിരിക്കും. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ and we'll see again in a next video. Thank you.